നിൻ്റെ ഉത്സവദിനം നീയായിട്ട് മരണദിനമാക്കാമോ? കർത്താവിൻ്റെ ഏതാനും വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു സന്ദേശം ബൈബിളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2-3 സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഒരു സംഭവം, വിവാഹം നടക്കേണ്ട അന്ന് രാവിലെ ആ യുവതി, വിവാഹിതയാകേണ്ട യുവതി ആത്മഹത്യ ചെയ്തു. ആ കുടുംബം അതൊരു മരണ വീടായിട്ട് മാറി. ആ സംഭവത്തോടു കൂടി എല്ലാവരും, ആ കുടുംബാംഗങ്ങൾ എല്ലാവരും വലിയ ദുഃഖത്തിലായിരുന്നു. വലിയൊരാഘോഷം പ്ലാൻ ചെയ്ത് അതുമായിട്ട് മുമ്പോട്ട് വന്നതാണ്. അവസാനം ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. രണ്ടാമതൊരു സംഭവം എനിക്കറിയാം. വിവാഹം നടക്കേണ്ടതിൻ്റെ തലേ രാത്രി, ഒരു യുവാവിൻ്റെ വിവാഹം നടക്കേണ്ടതിൻ്റെ തലേ രാത്രി അവകാശിയായിട്ട് നിന്ന് ആ കല്യാണത്തിൻ്റെ പല ചടങ്ങുകളും നടത്തേണ്ടിയിരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു. പെട്ടെന്ന് നെഞ്ചുവേദന ഉണ്ടായി, ആശുപത്രി കൊണ്ടുപോയി, ആൾ മരിച്ചു. ഇനി ഇതേക്കുറിച്ച് ആ വീട്ടുകാർക്ക് മാത്രമേ അറിയാമുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മോർച്ചറിയിൽ ബോഡി വെച്ചിട്ട് പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അത് പ്രൊസീഡ് ചെയ്തു. ഇതിനുശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ ന്യൂസ് പുറത്തു വന്നത്. പക്ഷെ എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, ഉത്സവദിനം മരണദിനം പോലെയായ ഒരു സംഭവമായിട്ട് അതിനെ കാണാൻ പറ്റും. മൂന്നാമതൊരു കാര്യം, അത് ഒരു യുവതിയാണ്. കല്യാണം നടക്കേണ്ട അന്ന് അവൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ട കല്യാണം. ഇവള് റെഡിയാകുന്നില്ല, എഴുന്നേക്കാൻ തന്നെ വിസമ്മതിക്കുന്നു. ചോദിച്ചു വന്നപ്പോഴാണ് അവസാനം പറയുകയാണ്, എനിക്ക് വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. കട്ടായ അവൾ പറഞ്ഞു. ആ വീട് ഒരു മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും ആ വീട് ഏതാണ്ട് മരണ വീട് പോലെയായി. കാരണം ആ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം വളരെ ദുഃഖത്തിലാണ്ടു ഈ ഒരൊറ്റ സംഭവത്തോടു കൂടി. ഇതുപോലത്തെ പല സംഭവങ്ങളും പലയിടങ്ങളിൽ പല കുടുംബങ്ങളിൽ നടന്നതായിട്ട് ഒരുപക്ഷെ നിങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറാം. കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചില ദുഃഖത്തിൻ്റെ, വേദനയുടെ, സഹനത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് മാറി സന്തോഷം വരാം എന്നുള്ള ആ ഒരു സന്ദേശം കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. യോഹന്നാൻ 16:20 വായിച്ചാൽ ആ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. 2 കൊരിന്തോസ് 7-9 വചനം എടുത്താൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് അപ്രിയമായ ചില കാര്യങ്ങൾ പറഞ്ഞു അത് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തി, പക്ഷേ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു, കാരണം ആ ദുഃഖം നിങ്ങളെ അനുതാപത്തിലേക്ക് നയിച്ചതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ദുഃഖം വേണമെങ്കിൽ സന്തോഷമായിട്ട് മാറാം. ജെറമിയ 31:9 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ണീരോടെയാണ് അവർ വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. നമ്മുടെ വേദനകളിൽ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ ആശ്വസിപ്പിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 126 വചനത്തിൽ, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാം. രണ്ടാമതൊരു കാര്യം, നമ്മുടെ സന്തോഷം ദുഃഖമായി മാറാം. അതുകൊണ്ടാണ് നമ്മുടെ ഉത്സവദിനം മരണദിനമാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. എന്താ ഇതിന് കാരണം? ഉത്സവദിനം മരണദിനമാകാനുള്ള കാരണം, ഏതാനും കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആമോസ് 8 വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു, ഇസ്രായേലിൻ്റെ നാശം എന്നാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. ഇസ്രായേലിൻ്റെ നാശം. എന്താ അതിന് കാരണം? 8 4 വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ ദരിദ്രരെ ചവിട്ടി മെതിക്കുന്നു, പാവപ്പെട്ടവരെ നശിപ്പിക്കുന്നു, ദരിദ്രരെ വിൽക്കുന്നു, കള്ളക്കച്ചവടം നടത്തുന്നു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിയാണ്, നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായി മാറും. 3 വൻ പാപങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ വെളിച്ചത്തിൽ. ഒന്ന്, എൻ്റെ പ്രവൃത്തിയെ, ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യരുത്. കർത്താവ് പറയാണ്, എൻ്റെ പ്രവൃത്തിയെ നീ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. പ്രഭാഷകൻ 39:17 വായിച്ചാൽ, ഇതെന്ത്, എന്തുകൊണ്ട് എന്ന് നിൻ്റെ സൃഷ്ടാവിനോട് നീ ചോദിക്കരുത്. അങ്ങനെ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്. രണ്ടാമതൊരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. അത് സങ്കീർത്തനം 105:15 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കർത്താവ് പറയുന്നതാണ്, എൻ്റെ പാവങ്ങളെ, പാവപ്പെട്ടവരെ, അനാവിം എന്ന് പറഞ്ഞാൽ ഗാഡ് ഓഫ് ദ പൂർ, പാവങ്ങളുടെ ദൈവം, എൻ്റെ പാവങ്ങളെ തൊട്ടുപോകരുത്, ചൂഷണം ചെയ്യരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 34:24 മുതൽ മുമ്പോട്ട് വായിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദരിദ്രരെ സഹായിക്കാൻ പറ്റും. സങ്കീർത്തനം 41 ആദ്യ വചനങ്ങൾ വായിച്ചാൽ അങ്ങനെയുള്ളവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വിപുലമാണ്. രണ്ടാമത്തെ കാര്യം, ദരിദ്രരെ അവഗണിക്കാൻ പറ്റും. ഞാൻ അവരെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, അവരെൻ്റെ കൺമുമ്പിൽ വന്നാലും ഞാൻ എൻ്റെ മുഖം തിരിച്ചു കളയുക, അവഗണിക്കാൻ പറ്റും. അങ്ങനെ ചെയ്താലുണ്ടാകാവുന്ന ഒരവസ്ഥ സുഭാഷിതങ്ങൾ 28:27 വായിച്ചാൽ, അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവർക്ക് ശാപത്തിൻ്റെ മേൽ ശാപം. 3, ദരിദ്രരെ വേണമെങ്കിൽ ചൂഷണം ചെയ്യാം. അത് ചെയ്താൽ
നാം വിവരം അറിയും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദരിദ്രരെ ചൂഷണം ചെയ്താൽ എന്നുണ്ടാവും. അതാണ് 8-ാം അധ്യായത്തിൻ്റെ ആമോസ് 8-ന്റെ 7-ാമത്തെ വചനം. ഈ പ്രവൃത്തി ഞാൻ ഒരു നാളും മറക്കില്ല. എന്നിട്ട് പറയാണ് എന്തെല്ലാം സംഭവിക്കാം ഇതുമൂലം. ഭൂമി ഇളകി മറിയും, ഭൂവാസികൾ വിലപിക്കും, നട്ടുച്ചയ്ക്ക് ഇരുട്ടാകും, അതുപോലെ തന്നെ മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഉത്സവദിനം മരണദിനമായി മാറും. അത് നമ്മുടെ പാപം മൂലമാണ് അങ്ങനെ സംഭവിക്കുക. അത് വരാതിരിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.